കർണാടകയിലെ ഉടുപ്പിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൗഡ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മെ തേടി വന്നത്. പശ്ചിമഘട്ട മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വിക്രം ഗൗഡ കബനീദളം കമാൻഡറായിരുന്നു. 3 മാവോയിസ്റ്റ് നേതാക്കൾ രക്ഷപ്പെട്ടെന്ന സൂചന വരുന്നു. കേരളത്തിൽ നിന്ന് ഇവർ ഉടുപ്പി വനമേഖലയിലേക്ക് തിരിച്ചെത്തിയത് 2 മാസം മുമ്പെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ ബാംഗ്ലൂരിൽ നിന്ന് ചേരും, അതുപോലെ വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അരുൺ, യഥാർത്ഥത്തിൽ ഈ വിക്രം ഗൗഡ എന്ന് പറയുന്ന മാവോയിസ്റ്റ് വളരെ ഖ്യാതി നേടിയ മാവോയിസ്റ്റ് തന്നെയായിരുന്നു. ഖ്യാതിയാണോ വേറെ ഏതെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. എന്തായാലും ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഐറ്റമായി നമ്മൾ കാണുന്നു. ഗൗഡയുടെ കൂടുതൽ വർത്തമാനങ്ങളും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതിൻ്റെ വിശദാംശങ്ങളും പറയൂ. SK ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ചിക്കമംഗളൂരു ഉടുപ്പി അതിർത്തിയായിട്ടുള്ള ഹെബ്രി വനമേഖലയിലാണ് ഇന്നലെ രാത്രി ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഒരാഴ്ച മുമ്പായിരുന്നു ആദ്യമായി പോലീസിന്റെയും ANFന്റെയും നിരീക്ഷണം ഈ മേഖലയിൽ ആരംഭിച്ചത്. അതായത് അവിടെ ഒരു കോളനി ഉണ്ട്. ആ കോളനിയിലെ ഒരു വീട്ടിൽ നിന്ന് 3 തോക്കുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് അവിടെ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്ന കാര്യം പോലീസും ANFും സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് അവിടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഇന്നലെ രാത്രി അരിയും സാധനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയാണ് 5 അംഗ മാവോയിസ്റ്റ് സംഘം ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെ പോലീസുമായി ആദ്യഘട്ടത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നു. മാവോയിസ്റ്റ് സംഘം തിരിച്ച് പോലീസിന് നേരെയും വെടിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഏറ്റുമുട്ടലിനൊടുവിലാണ് 1.5 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് വിക്രം ഗൗഡയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു മാവോയിസ്റ്റ് നേതാവ് കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പോലീസും ആന്റി നക്സൽ ഫോഴ്സും അത് നിലവിൽ എന്തായാലും സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഔദ്യോഗിക വിവരമായി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ കഴിയില്ല. 5 അംഗ മാവോയിസ്റ്റ് സംഘമാണ് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ 2 വർഷം മുമ്പാണ് ഈ ഉടുപ്പി കർണാടക വനമേഖലയിലേക്ക് എത്തിയത്. അതിനു മുമ്പ് നമുക്കറിയുന്നത് പോലെ തന്നെ വയനാട്, അട്ടപ്പാടി, നിലമ്പൂർ മേഖലയിലൊക്കെ വിക്രം ഗൗഡയുടെയും അതോടൊപ്പം തന്നെ ഈ സംഘത്തിന്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന കാര്യം അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, കർണാടക സർക്കാരുകൾ ഈ വിക്രം ഗൗഡയെ കണ്ടെത്തിയാൽ പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് കമാൻഡറായിരുന്നു വിക്രം ഗൗഡ. വിക്രം ഗൗഡയാണ് ഇന്നലെ രാത്രി നടന്ന ഈ ഏറ്റുമുട്ടലിനൊടുവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. നമ്മുടെ വനമേഖലയിലൊക്കെ തന്നെ വിക്രം ഗൗഡയുടെ സാന്നിധ്യം ആൾക്കാർക്ക് അമ്പരപ്പുണ്ടാക്കിയിരിക്കുന്നു. സുർജിത്ത് ചേരുന്നു. സുർജിത്ത്, ഈ വിക്രം ഗൗഡ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ വയനാട്ടിലെ ജനങ്ങളുടെ ഭീതി ചെറുതായിട്ടെങ്കിലും അകലുമോ? SKN ഈ പശ്ചിമഘട്ട വനമേഖല കേന്ദ്രീകരിച്ചാണ് മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിയിരുന്നതിൽ പ്രധാനിയാണ് വിക്രം ഗൗഡ. CPI മാവോയിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരുന്നു. ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖല എന്ന് പറയുന്നത് വയനാടിലെ കബലിദളം, അതോടൊപ്പം തന്നെ നിലമ്പൂർ കാടുകൾ ഉൾക്കൊള്ളുന്ന ശിരുവാണി ദളം, അതോടൊപ്പം ഈ താഴെയുള്ള ഇതിന് താഴെയുള്ള ഈ അട്ടപ്പാടിയുടെ ഭാഗത്തുള്ള അട്ടപ്പാടി മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അത്തരത്തിലുള്ള ഈ മേഖലയിലെ പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ചായിരുന്നു വിക്രം ഗൗഡയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തിച്ചിരുന്നത്. നേരത്തെ ഈ കരുളായിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അതിൽ കുപ്പുസ്വാമിയും അജിതയും ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് നേതാക്കളെ ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് രക്ഷപ്പെട്ട ആളാണ് വിക്രം ഗൗഡ. ഇതിനുശേഷം പോലീസ് സംഘം വിവിധ തരത്തിൽ ഈ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അടക്കം വിക്രം ഗൗഡയെ തിരയുന്നുണ്ടായിരുന്നു പല മേഖലകളും കേന്ദ്രീകരിച്ച്. ഇതിനിടയിൽ ഇടയ്ക്കിടെ വയനാട് കേന്ദ്രീകരിച്ചും കബനിദളത്തിന്റെ ഭാഗമായും ഇദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം ഈ പോലീസിന് ലഭിച്ചിരുന്നു. നേരത്തെ ഈ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ ചപ്പാരം കോളനിയിൽ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നു. ആ വെടിവെപ്പിനെ തുടർന്ന് 2 മാവോയിസ്റ്റുകളെ പിടികൂടിയിരുന്നു, ചന്ദ്രുവും ഉണ്ണിമായയും. ഇതിന്റെ ഭാഗമായി അന്ന് ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ലത. ആ ലതയും പിന്നീട് ഈ നേത്രാവതി ദളത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. ഈ നേത്രാവതി ദളം എന്ന് പറയുന്നത് ഈ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഉടുപ്പി ഉൾപ്പെടെയുള്ള മേഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് മേഖലയാണ്. അവിടെ വനമേഖല കേന്ദ്രീകരിച്ചാണ് വിക്രം ഗൗഡയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടന്നിരുന്നത്. അതിന്റെ ഭാഗമായിരുന്നു ഈ ലത എന്ന് പറയുന്ന ആളും പിന്നീട് അതിന്റെ ഭാഗമായത്. ഇന്ന് ഈ ഏറ്റുമുട്ടലിൽ ലത ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടു, ജയണ്ണ അടക്കമുള്ള ആളുകൾ രക്ഷപ്പെട്ടു
എന്നുള്ളതാണ് വ്യക്തമാവുന്ന വിവരം. ഇവരെല്ലാം തന്നെ ഈ വയനാട് കേന്ദ്രീകരിച്ച് വയനാട്ടിൽ നിന്നും വയനാടും കണ്ണൂരിൻ്റെ ആറളം ഉൾപ്പെടെയുള്ള മേഖല, അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും താഴെ ഈ നിലമ്പൂരിൻ്റെ മേഖല, ഒപ്പം അട്ടപ്പാടി ഉൾപ്പെടെയുള്ള ആ മേഖല കേന്ദ്രീകരിച്ചാണ് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് വിക്രം ഗൗഡ എന്ന് പറയുന്നത്. ഇവിടെ മുഴുവൻ കാര്യങ്ങളും, അതായത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും CP മൊയ്തീന് മുമ്പ് നിയന്ത്രിച്ചിരുന്നത് വിക്രം ഗൗഡയാണ്. അടിക്കടി മാവോയിസ്റ്റുകൾ, വിക്രം ഗൗഡ കർണാടകയുടെ വനമേഖലയിലേക്ക് മാറിയെങ്കിലും ഈ മേഖലയിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ CP മൊയ്തീൻ അടക്കമുള്ള മാവോയിസ്റ്റുകൾ പിടിയിലായിട്ടുണ്ട്. അതായത് ഇവിടെ സജീവമായി ഇടപെട്ടിരുന്ന CP മൊയ്തീനും അതോടൊപ്പം മനോജും ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റുകളെ, വയനാട് സ്വദേശിയായ സോമൻ അടക്കമുള്ള മാവോയിസ്റ്റുകളെ ഇതിനകം തന്നെ പോലീസ് പിടികൂടി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ശോഷിച്ച നിലയിലാണ് ഈ ഇവിടുത്തെ മാവോയിസ്റ്റ് പ്രവർത്തനം എന്ന് വേണം പറയേണ്ടി വരും. കാരണം ഇവിടെ സജീവമായിരുന്ന, ഒരു കാലത്ത് സജീവമായിരുന്ന ബാണാസുര ദളം ഇല്ലാതായി, ഇപ്പോൾ കബനി ദളം ഇല്ലാതായി. അങ്ങനെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായ രീതിയിൽ അത് നിർജ്ജീവമാവുന്ന അവസ്ഥയിലേക്ക് ഈ വയനാടിന്റെ മേഖല മാറിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ മാവോയിസ്റ്റ് ഓപ്പറേഷനിൽ വിക്രം ഗൗഡ പ്രധാനിയായിരുന്നു. അയാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കർണാടകത്തിൽ നിന്ന് വരുന്നത്.